വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച വയലബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഒപ്പുവെച്ച സംസ്ഥാനം കരാറിലൂടെ 817.8 കോടി രൂപ വിഴിഞ്ഞത്തിന് ലഭിക്കും. 2 കരാറുകളിലെ ഒപ്പിടൽ നടപടികൾ ഇന്ന് നടന്നു. ഇതോടെ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിലെ നടപടികൾ പൂർത്തിയായി. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായി ത്രികക്ഷി കരാറിലാണ് ആദ്യം ഒപ്പുവെച്ചത്. തുറമുഖത്ത് നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിൽ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഒപ്പിട്ടു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ഇരു കരാറിലും പ്രതിനിധികൾ ഒപ്പുവെച്ചത്. VGF ഫണ്ട് ഗ്രാന്റായി നൽകാതെ വായ്പയായി അനുവദിച്ചതിൽ കേന്ദ്രത്തെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു മന്ത്രി VN വാസവന്റെ വാക്കുകൾ. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാന്റ് അല്ല, ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ അയച്ച കത്തിന് മറുപടിയായി തന്നിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാന്റായി അനുവദിക്കണം എന്ന ആശയവിനിമയം നടത്തുകയുണ്ടായി. പക്ഷേ ഇനി നമ്മളത് കാത്തുനിന്ന് സമയം മുന്നോട്ട് പോകാതിരിക്കാൻ 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ആദ്യ നിർമ്മാണ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം 2028 മുതൽ വരുമാനം നൽകി തുടങ്ങാമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ നിർമ്മാണം വൈകിയതോടെ തർക്കം ഉടലെടുത്തു. ഇതിനിടെ 4ാം ഘട്ടവും പൂർത്തിയാകുന്ന 2034 തന്നെ വരുമാനം നൽകി തുടങ്ങാമെന്ന് അദാനി പോർട്ട് സമ്മതിച്ചിരുന്നു. തുറമുഖത്തിന്റെ 1ാം ഘട്ടത്തിന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഴയ കരാർ പ്രകാരം സംസ്ഥാനത്തിന് വിഹിതം നൽകേണ്ടിയിരുന്നത്. നിലവിൽ 4 ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആകെ വരുമാനത്തിന്റെ വിഹിതമാകും സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങുക. 2034 മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന് ഈ വിഹിതത്തിന്റെ 20% നൽകുകയും വേണം. അതായത് നൽകേണ്ടത് 10,000 കോടി രൂപ. VGFന് പകരമായാണ് തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കുവെക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നായ MSC തുർക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി. കപ്പൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് അടുപ്പിക്കുന്നത്. മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ഒരു തുറമുഖത്ത് ഈ കപ്പൽ എത്തുന്നതും ആദ്യമായാണ്. സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. 1995 മുതൽ ലോകത്തിലെ എല്ലാ പ്രധാന സമുദ്രപാതയിലും ചരക്കെത്തിക്കുന്ന കപ്പൽ ആണ് MSC തുർക്കി.